ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് മാത്സിന്റെ 10ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അപ്പൊ ഇതിനു മുമ്പുള്ള സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങൾ അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവും, ചെയ്തു നോക്കുന്നുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചിതമായ പേഴ്സൻറ്റേജ് ആണ്. നമ്മൾ സ്കൂളിലൊക്കെ ഒരുവിധമൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പോൾ പേഴ്സൻറ്റേജ് എങ്ങനെയാണ് കാണുന്നത്, പേഴ്സൻറ്റേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് എന്തൊക്കെയാണ്, അതേപോലെ പേഴ്സൻറ്റേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺവെർഷൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം എന്താണ് പേഴ്സൻറ്റേജ്. നമ്മൾ ബേസിക് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ശതമാനം എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഇങ്ങനെ ഒരു സിമ്പൽ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ ഒരു പെർസെൻറ്റേജിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, എ പെർസെൻറ്റേജ് ഇസ് എ വേ ടു എക്സ്പ്രസ് എ നമ്പർ ആസ് എ ഫ്രാക്ഷൻ ഓഫ് 100. എന്താണ് അതിന്റെ അർത്ഥം? 100-ല് 100-ല് എത്ര മാത്രമുണ്ട് ഒരു നമ്പർ എന്ന് പറയുന്നത് 100-ൽ എത്ര ഭാഗമാണ് എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വേയിനെയാണ് നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, എന്താണ് ഈ ഒരു സിമ്പിൾ അല്ലെ, പെർസെൻറ്റേജിന്റെ സിമ്പിൾ. അപ്പൊ എന്താണ് 100-ൽ, ഇപ്പൊ ഞാൻ പറയാണ് 100-ൽ 25 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? 25/100 എന്ന് എഴുതും അല്ലെ? ഇപ്പൊ നമ്മൾ ചില കണക്കുകളൊക്കെ പറയുമ്പോൾ ഇത് എവിടെ ഒരു എക്സാമ്പിള്, 50% മീൻസ് എന്താണ് 50-ല്, അതായത് 100-ല് 50, അതാണ് 50% അല്ലെ? ഇപ്പൊ 20% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 100-ല് 20 അല്ലെ? നമ്മള് ചില ക്ലാസ്സുകളുടെ കണക്കുകൾ പറയുമ്പോൾ എന്താണ്, എത്ര ശതമാനം കുട്ടികൾ പാസ്സായി, എത്ര ശതമാനം ഫെയിലായി, അങ്ങനെയൊക്കെ പറയല്ലേ? അതപ്പോ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾക്ക് എന്താണ് പല കാര്യങ്ങളിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രം, പെർസെൻറ്റേജ് എന്നാൽ എന്താണ്? എ പെർസെൻറ്റേജ് ഈസ് എ വേ ടു എക്സ്പ്രസ് എ നമ്പർ ആസ് എ ഫ്രാക്ഷൻ ഓഫ് 100. നമുക്ക് ബേസിക് ആയിട്ട് ഒരു പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നോക്കൂ, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? പാർട്ട് ബൈ ഹോൾ ഇൻറ്റു 100 ചെയ്താല് നമുക്ക് ഏത് നമ്പറിന്റെയും പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് മൊത്തത്തിലുള്ളതിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായ ഭാഗം ഇൻറ്റു 100 ചെയ്തെന്നാല് നമുക്ക് ഏത് നമ്പറിന്റെയും പെർസെൻറ്റേജ് കാണാം. അപ്പൊ പെർസെൻറ്റേജ് കാണാനുള്ള ഫണ്ടമെന്റൽ ഫോർമുല എന്ന് പറയുന്നത് പാർട്ട് ബൈ ഹോൾ ഇൻറ്റു 100 ആണ്. അപ്പൊ ഇതാ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് 25 ഔട്ട് ഓഫ് 100 സ്റ്റുഡൻസ് പാസ്ഡ്, എന്നാൽ എന്താണ് 100-ല് 25 കുട്ടികൾ പാസ്സായെങ്കിൽ എത്ര ശതമാനം പേരാണ് പാസ്സായതെന്നാണ് ചോദ്യം അല്ലെ? അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം പാർട്ട് ബൈ ഹോൾ. പാർട്ട് എന്താണ്? 25 കുട്ടികളാണ് പാസ്സായത് അല്ലെ? ബൈ ഹോൾ, ഹോൾ എന്ന് പറഞ്ഞാൽ മൊത്തം, ഇവിടെ അത് 100-ആണ്. 100-ൽ 25 പേരല്ലേ പാസ്സായത്. അപ്പൊ 25/100 ഇൻറ്റു 100 ചെയ്തെന്നാൽ നമുക്ക് കിട്ടുന്ന ആൻസർ, ഇപ്പൊ ഇവിടെ ഈ 100-ഉം 100-ഉം ക്യാൻസൽ ആയി പോകും അല്ലെ? പിന്നെ എന്താണ് ബാക്കി? 25 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു പെർസെൻറ്റേജ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പാർട്ട് ബൈ ഹോൾ ഇൻറ്റു 100 ചെയ്തെന്നാല് നമുക്ക് എപ്പോഴും പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി പുതിയ പുതിയ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കുകയാണ്. ഇപ്പൊ നമുക്കൊരു നമ്പർ ഫ്രാക്ഷനിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഇപ്പൊ 1/2, 3/4, 1/5, അങ്ങനെ ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സ് ഫ്രാക്ഷനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്പിൾ ബൈ 100 ചെയ്താൽ മതി. 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഒരു ഫ്രാക്ഷൻ തന്നാല് അതിനെ ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് 1/4 എന്ന് പറഞ്ഞാൽ അത് എത്ര ശതമാനം എന്ന് ചോദിച്ചെന്നാൽ എന്ത് ചെയ്താൽ മതി? 1/4-നെ 1/4 ഇൻറ്റു 100 ചെയ്യുക. 1/4 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 25 എന്ന് കിട്ടും അല്ലെ? അതേപോലെ ഇതാ 1/2 എത്ര പെർസെൻറ്റേജ് ആണെന്ന് കാണണമെങ്കിൽ അതൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാം അല്ലെ? 1/2 എന്ന് പറഞ്ഞാൽ 50% ആണെന്ന്. അപ്പൊ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ എന്താണ്? 1/2 ഇൻറ്റു 100 അല്ലെ? അപ്പൊ 100-ല് 2 50 ടൈംസ് പോകും. അപ്പൊ 50% ആണ് 1/2 എന്ന ഫ്രാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള
പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതേപോലെ 3/4 ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 3/4 ഇൻറ്റു 100 ചെയ്യുക അല്ലെ? 3/4 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ആണ് അത് കിട്ടുക? 3/4 100-ല് 4 25 ആണ് അല്ലെ? 25 ഇൻറ്റു 3 എന്ന് പറയുന്നത് 75 എന്ന് കിട്ടും. അതേപോലെ 1/5 എന്ന് പറയുന്നത് എത്രയാണ്? 1/5 ഇൻറ്റു 100 നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 20% ആയിരിക്കും. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ മാത്രമല്ല, ഇതുപോലെ ഏത് ഫ്രാക്ഷൻ നിങ്ങൾക്ക് കിട്ടിയാലും എന്ത് ചെയ്താൽ മതി? അതിനെ ഇൻറ്റു 100 ചെയ്തെന്നാൽ അതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഡെസിമൽ നമ്പർ ആണെങ്കിൽ, ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ദശാംശ സംഖ്യകൾ അല്ലെ? ഈ ദശാംശ സംഖ്യകളെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാനും നമുക്ക് എന്ത് തന്നെ ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ബൈ 100 ചെയ്താൽ മതി. നോക്കൂ, 0.25 എന്ന് പറയുന്നത് 25% ആണ് അല്ലെ? 0.25നെ എങ്ങനെയാണ് 25% കിട്ടിയത്? ഇൻറ്റു 100 ചെയ്തപ്പോഴാണ് കിട്ടിയത് അല്ലെ? അതേപോലെ 0.8 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ഈ ഒരു നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0.8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 80% ആയിരിക്കും. അതേപോലെ ഏത് നമ്പർ വേണമെങ്കിലും, അതായത് ഇപ്പം 0.13 എന്നോ 0.2 എന്നോ 0.7 എന്നോ അങ്ങനെ ഏത് ഡെസിമൽ നമ്പറിനെയും പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ ഒന്ന് മാത്രം ചെയ്താൽ മതി. എന്ത്? മൾട്ടിപ്ലൈ ബൈ 100, 100 കൊണ്ട് ഗുണിക്കുക. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് നമുക്കൊരു പെർസെൻറ്റേജ് തന്നിട്ട് അതിന് ഫ്രാക്ഷൻ ആക്കി മാറ്റേണ്ട കേസുകൾ. അതായത് ഇപ്പം ഇവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത് 25%. 25% എന്നത് എത്രയാണ്? ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ 25%. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 100 ആണ് ചെയ്യുക. ബാക്കി രണ്ട് കേസിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു ചെയ്തത്, 100 കൊണ്ട് ഗുണിക്കുകയായിരുന്നു ചെയ്തത് അല്ലെ? അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഹരിക്കുക. അപ്പൊ 25% എന്ന് പറഞ്ഞാല് 25/100 ആണ്. ഇപ്പം 50% എന്ന് പറഞ്ഞാല് 50/100 ആണ്. എത്രയാണത് കിട്ടുക? 1/2 എന്ന് കിട്ടും അല്ലെ? 25% എത്രയാണ്? 1/4 എന്ന് കിട്ടും. അപ്പോ എന്താണ് മെത്തേഡ്? ഇത്രയേ ഉള്ളൂ. ഒരു പെർസെൻറ്റേജ് തന്നിട്ട് നമ്മൾ അതിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? ഫ്രാക്ഷനെ പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഗുണിക്കുക, ഡെസിമലിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റാനും 100 കൊണ്ട് ഗുണിക്കുക, അതേപോലെ പെർസെൻറ്റേജിനെ തിരിച്ച് ഫ്രാക്ഷനിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. ഇതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ കൺവേർഷൻ ചോദിച്ചെന്ന് വരില്ല, എങ്കിൽ കൂടി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണ് ഇത് ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ചില കേസിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഇപ്പൊ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ്, അതായത് ഒരു പുതിയ വാല്യൂ ഇത്ര ശതമാനം കൂടി, ഇപ്പൊ ആദ്യം ഒരു വാല്യൂ ഇതായിരുന്നു, അതിന്റെ 10% കൂടി അല്ലെങ്കിൽ 20% കൂടി എന്ന് വരും. അപ്പൊ നമുക്ക് ആ ഒറിജിനൽ വാല്യൂ കാണണമെങ്കിൽ ഇപ്പൊ എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആയി പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്ര ശതമാനം, ഇപ്പൊ 20% കൂടി എന്ന് പറയുമ്പോൾ അധികം പേരും തെറ്റിക്കുന്നത് ഈ 20% ശ്രദ്ധിക്കാതെ അത് 20 ആയിട്ട് എടുക്കും. അപ്പൊ എന്താണ്? ഇപ്പൊ 100 രൂപയാണ് 20% കൂടി എന്ന് പറയുമ്പോൾ 120. അങ്ങനെയല്ല. ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത്, പുതിയ വാല്യൂ എന്ന് പറയുന്നത് ആദ്യം ഒരു വാല്യൂ ഉണ്ടായിരിക്കുമല്ലോ, ആ വാല്യൂവിനോട് എത്രയെങ്കിലും ഒരു ശതമാനം കൂടിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ആ ശതമാനം എത്രയാണെന്ന് കാണണം. ഇപ്പൊ നോക്കൂ, എക്സാമ്പിൾ ആയിട്ട് 100 രൂപ, 100 രൂപയുടെ 10% കൂടി. അപ്പൊ എന്താണ്? 100ന്റെ 10% എന്ന് പറയുന്നത് 10 ആണെന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ പുതിയ പ്രൈസ് എന്ന് പറയുന്നത് 110 രൂപയാണ്. 100ന്റെ 10% കൂടി എന്ന് പറഞ്ഞാൽ ആദ്യം 100ന്റെ 10% എത്രയാണെന്ന് കാണണം, എന്നിട്ട് അതിനെ ഒറിജിനൽ വാല്യൂവിന്റെ കൂടെ കൂട്ടണം. അപ്പം ഇൻക്രീസിന്റെ കേസിൽ ഇങ്ങനെയാണ്. ഡിക്രീസിന്റെ കേസിൽ എന്താണ്? ഇതേപോലെ തന്നെയാണ്. എത്രയാണ്? ഇപ്പൊ കുറവാണെങ്കിൽ എന്താ? ഇതാ 200 ഡിക്രീസ്ഡ് ബൈ 20%. അപ്പൊ എന്താണ്? 200ന്റെ 20% കുറഞ്ഞു. അപ്പൊ 200ന്റെ 20% എത്രയാണെന്ന് ആദ്യം കാണണം. അത് 40 ആണ്. അപ്പൊ 200ൽ നിന്ന് പിന്നെ 40 കുറച്ചാൽ കിട്ടുന്ന വാല്യൂ ആണ് പുതിയ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും നിങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഇപ്പൊ നമ്മള് 100ന്റെ 10% കണ്ടു,
200ന്റെ 20% കണ്ടു. അങ്ങനെയൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ്, അത് ഞാൻ പറയാം. എക്സിന്റെ n%, അല്ലെ, അല്ലെങ്കിൽ x% അങ്ങനെ നമുക്ക് കാണണമെങ്കിൽ എക്സിന്റെ n% നമുക്ക് കാണണമെങ്കിൽ എക്സിന്റെ n% എന്ന് പറയുന്നത് ഇതായിരിക്കും, x×n/100 ആയിരിക്കും. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്, 5×10% എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതി 5×10/100. എനിക്ക് വരി 60×20% കാണണമെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതി 60×20/100. അപ്പൊ എപ്പോഴും എക്സിന്റെ n% എന്ന് പറയുന്നത് x×n/100 ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ഒരു പേഴ്സൻറ്റേജുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഫോർമുലയാണിത്, x×n% എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പാർട്ട് ബൈ ഹോൾ ഇൻറ്റു 100 തന്നെ ഒരു റീഅറേഞ്ച് ഫോമിൽ നമ്മൾ എഴുതിയതാണിത്. പക്ഷേ നമുക്ക് ഇതല്ലേ എളുപ്പം. ഇപ്പൊ നമ്മൾ ഏത് പ്രോബ്ലത്തിലും, മിക്കവാറും എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് ഇങ്ങനെ ഒരു സംഗതി വേണ്ടി വരും. ഈ സംഖ്യയുടെ അത്ര ശതമാനം, മറ്റൊരു സംഖ്യയുടെ ഇത്ര ശതമാനം, അങ്ങനെ നമുക്ക് വേണ്ടി വരില്ലേ. അപ്പൊ അപ്പോഴൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുക. എക്സിന്റെ n% എന്ന് പറഞ്ഞാൽ x×n/100 ആയിരിക്കും. അപ്പൊ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് അങ്ങനെയാണെങ്കിൽ നോക്കാം. അതേപോലെ മറ്റൊരു കേസ് എനിക്ക് പറഞ്ഞു, ഇപ്പൊ നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആ ഇൻക്രീസ് ചെയ്ത് അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് ഇൻക്രീസ് ചെയ്തു എന്നത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒറിജിനൽ വാല്യൂവിനോട് അത് കൂട്ടുക, അല്ലെങ്കിൽ ഡിക്രീസ് ആണെങ്കിൽ ഒറിജിനൽ വാല്യൂവിനോട് അത് കുറയ്ക്കുക. ഇനി മറ്റൊരു കേസ് നമുക്ക് വരുന്നത് എത്ര ശതമാനം ഇൻക്രീസ് ചെയ്തു എന്ന് വരും. പെർസെന്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. അതായത് ഇപ്പൊ ഒരു സംഖ്യന്ന് അതൊരു മറ്റൊരു സംഖ്യ ഇപ്പൊ 100-ന്ന് 120 മാറിയെങ്കിൽ അതെന്ന് പറയുന്നത് എത്ര ശതമാനമാണ്, ആ ഒരു മാറ്റം, ആ ഒരു കൂടുതൽ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്, അല്ലെങ്കിൽ ആ ഒരു കുറവ് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്, അങ്ങനെയുള്ള കേസുകളും വരും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്കത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു പ്രൈസ് കൂടുതലാണെങ്കിൽ, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഇൻക്രീസ് ഇൻ പെർസെന്റേജ് ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ നമ്മൾ കാണേണ്ട ഇക്വേഷൻ ഇതാണ്. ന്യൂ വാല്യൂ ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100 ചെയ്തെന്നാൽ നമുക്ക് ഇൻക്രീസ് ഇൻ പെർസെന്റേജ് കിട്ടും കേട്ടോ. അതായത് ഇൻക്രീസ് ഇൻ പെർസെന്റേജ് ആണ്. ഞാൻ ഇങ്ങനെ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇൻക്രീസിന് ഈ ഒരു ചിഹ്നം യൂസ് ചെയ്യുന്നു. നിങ്ങൾ അത് വൃത്തിക്ക് എഴുതണം. ഇൻക്രീസ് ഇൻ പെർസെന്റേജ് അല്ലെങ്കിൽ പെർസെന്റേജ് ഓഫ് ഇൻക്രീസ്, അതായത് കൂടിയ ശതമാനം, കുറഞ്ഞ ശതമാനം, അതായത് നമുക്ക് ശതമാനത്തിൽ കാണണമെങ്കിൽ ന്യൂ വാല്യൂ ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100 ആണ്. ഒരു എക്സാമ്പിൾ നോക്കിയോ. എ പ്രൈസ് ഇൻക്രീസസ് ഫ്രം 100 to 120. 100 രൂപയിൽ നിന്ന് 120 രൂപയായി മാറി ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എത്ര ശതമാനമാണ് കൂടിയത്? അപ്പൊ നമുക്ക് നോക്കാം. ന്യൂ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 120 ആണ് അല്ലെ, ബൈ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് 100 ആണ് അല്ലെ, ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് കിട്ടും. അപ്പൊ ന്യൂ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ 120 അല്ല എടുക്കേണ്ടത്. അവിടെയാണ് ഇവിടെ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ന്യൂ വാല്യൂ എന്ന് പറയുന്നത് 120 ആയിട്ട് എടുക്കും. ന്യൂ വാല്യൂ എത്രയായിട്ട് എടുക്കേണ്ടത്? ആ ഡിഫറൻസ് ആണ്. ആ ഒരു 100-ൽ നിന്ന് 120 ആയിട്ടല്ലേ മാറിയത്. അപ്പൊ എത്രയാണ്? 20 ആണ് ഡിഫറൻസ് അല്ലെ. 20 ബൈ ഒറിജിനൽ വാല്യൂ എത്രയാണ്? 100 ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഇപ്പൊ ഈ ഒരു കേസിലാണെങ്കിൽ 20, അതായത് ഇവിടെ 20% ആണ് എന്ത് ചെയ്തത്? ഇൻക്രീസ് ചെയ്തത്. ന്യൂ വാല്യൂ ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100 എന്ന് പറഞ്ഞാല് എന്താണ്? 20 ബൈ 100 ഇൻറ്റു 100, അതായത് 20% ആണ് ഇവിടുത്തെ ഇൻക്രീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതേപോലെ കുറയുകയാണെങ്കിലോ, വാല്യൂ ഡിക്രീസ് ഫ്രം 500 ടു, ഇവിടെ നിങ്ങൾ ന്യൂ വാല്യൂ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്തോളൂ. അതൊരു കൺഫ്യൂഷനിലേക്ക് വരണ്ട. ഇൻക്രീസ് എന്ന് എടുത്തോ. ഇൻക്രീസ് ബൈ ഒറിജിനൽ വാല്യൂ ബൈ 100. അപ്പൊ എന്താണ്? എത്രയാണ് ഇൻക്രീസ്? 20 ആണ് അല്ലെ. അപ്പൊ ഇവിടെയാണെങ്കിൽ അപ്പൊ ഇത് എന്ത് വരും? ഡിക്രീസിന്റെ കേസ് ആണെങ്കിലോ, ഡിക്രീസ്
ബൈ ഒറിജിനൽ അല്ലെ, ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100. അപ്പൊ ഈ കേസിൽ 500 രൂപ അതിൽ നിന്ന് 400ലേക്ക് മാറി. എത്ര രൂപയാണ് ഡിക്രീസ് ആയത്? 100 രൂപ ഡിക്രീസ് ആയി. ബൈ ഒറിജിനൽ വാല്യൂ എത്രയാണ്? 500 ആണ്. 500 ഇൻറ്റു 100. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 100 500 5 ടൈംസ് പോകും. 5 20. ഇവിടുത്തെ കേസിൽ എത്രയാണ്? അത് 20% ആണ് അല്ലെ. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് പേഴ്സൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് നമ്മൾ കാണുക. അതായത് ഇൻക്രീസ് ആണെങ്കിൽ ആ ഇൻക്രീസ് ചെയ്ത ഒറിജിനൽ വാല്യൂ എത്രയാണോ അത് ബൈ ഇൻക്രീസ് ചെയ്ത ആ വാല്യൂ എത്രയാണോ അതേ ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100 ചെയ്യുക. അതേപോലെ ഡിക്രീസ് ആണെങ്കിൽ ഡിക്രീസ് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു പേഴ്സൻറ്റേജ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസുകൾ നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു. കൺവേർഷനില് ഫ്രാക്ഷനെ നമ്മൾ എങ്ങനെയാണ് പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുക? 3/5 അല്ലെ, ഇൻറ്റു 100 ചെയ്താലും മതി എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. 5 2 20 ഇൻറ്റു 3 എന്ന് പറയുന്നത് 60. അപ്പൊ എത്രയാണ്? 60% ആണ്. എന്ത്? 3/5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 60% ആണ്. ഇനി ഫൈൻഡ് 25% ഓഫ് 200. എന്താണ് ഇതിന്റെ മീനിങ്? 200ന്റെ 25% നമുക്ക് കാണണം. പെർസെന്റേജ് ഓഫ് 200, 200ന്റെ 25%. 100 200ല് 2 പ്രാവശ്യം. 2 ഇൻറ്റു 25 = 50. ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കൺവേർട്ട് 0.75 ഇൻറ്റു പെർസെന്റേജ്. ഇതെന്താണ്? ഒരു ഡെസിമൽ വാല്യൂ അല്ലെ. ആ ഡെസിമൽ വാല്യൂവിനെ പേഴ്സൻറ്റേജിലേക്ക് മാറ്റുക. എന്ത് ചെയ്താലും മതി? 0.75 ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 75% എന്ന് കിട്ടും. ഇനി ഇതാ, എ സ്റ്റുഡന്റ് സ്കോർഡ് 72 മാർക്സ് ഔട്ട് ഓഫ് 80. ഫൈൻഡ് പെർസെന്റേജ്. 80ൽ 72 മാർക്ക് കിട്ടി. എത്ര ശതമാനമാണ് അത് എന്നാണ് ചോദ്യം. നമുക്കറിയാം ശതമാനം കാണാൻ പാർട്ട് ബൈ ഹോൾ ഇൻറ്റു 100 ചെയ്യുക അല്ലെ. അപ്പൊ 8 പോയി. 8 72ല് 9 അല്ലെ. 9 ടൈംസ് അല്ലെ. 9 ഇൻറ്റു 10 എന്ന് പറയുന്നത് 90 എന്ന് കിട്ടും. അപ്പൊ എത്രയാണ്? 90% എന്ന് കിട്ടും. ഓക്കെ അല്ലെ. അല്ല, സിമ്പിൾ ആണ്. നമ്മൾ ഇക്വേഷൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. പ്രൈസ് ഓഫ് എ ബാഗ് ഈസ് 500. എന്താണ്? 500 രൂപയായിരുന്നു ഒരു ബാഗിന്റെ പ്രൈസ്. ഇറ്റ് ഇൻക്രീസസ് ബൈ 20%. അതെന്തായി മാറി? 20% കൂടി. ഫൈൻഡ് ന്യൂ പ്രൈസ്. പുതിയ പ്രൈസ് കണ്ടുപിടിക്കുക. അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് പുതിയ പ്രൈസിന്റെ പേഴ്സൻറ്റേജ് അല്ല നമ്മളോട് ചോദിച്ചേക്കുന്നത്. എത്ര ശതമാനം കൂടി എന്നല്ല ചോദിച്ചേക്കുന്നത്. പുതിയ പ്രൈസ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു ബാഗിന്റെ വില 500 രൂപയായിരുന്നു. അത് 20% കൂടി എന്ന് പറഞ്ഞ എന്താണ്? 500ന്റെ 20% ആണ് കൂടിയത് അല്ലെ. 500ന്റെ 20% എന്ന് പറയുന്നത് എത്രയാണ്? 100 അല്ലേ. 5 ഇൻറ്റു 20 എന്ന് പറയുന്നത് 100. അതായത് 100 രൂപ കൂടി. അങ്ങനെയാണെങ്കിൽ പുതിയ പ്രൈസ് എത്രയാണ്? 500 പ്ലസ് 20% കൂടിയ പ്രൈസ് 100 = എത്രയാണ്? 600 എന്ന് ഇത് കിട്ടും. ഓക്കെ അല്ലേ. ഇനി മറ്റൊരു ചോദ്യം. ഫൈൻഡ് ദ നമ്പർ ഹൂസ് 40% ഈസ് 80. ഏതോ ഒരു നമ്പറിന്റെ 40% എന്ന് പറയുന്നത് 80 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ കണ്ടെത്താനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം എക്സിന്റെ n% എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ എഴുതുക അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നമ്പർ അറിയില്ല. അതുകൊണ്ട് എക്സിന്റെ 40% എന്ന് പറയുന്നത് 80 ആണ് അല്ലെ. അപ്പൊ എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 80 ഇൻറ്റു ഇവിടെ 40/100 എന്നുള്ളത് തിരിച്ച് ഈ സമത്തിനപ്പുറത്തേക്ക് പോകുമ്പോ എന്തായി മാറി? 100/40 ആയി മാറി അല്ലെ. 40 80ല് 2 ടൈംസ് ഉണ്ട്. 100 ഇൻറ്റു 2 എന്ന് പറയുന്നത് 200 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ എന്താണ്? ഒരു നമ്പറിന്റെ ആ നമ്പർ ഏതായിട്ട് അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് x = 200 എന്ന് കിട്ടി അല്ലെ.
ഇപ്പൊ ചോദിച്ചു നമുക്കിനി ഉത്തരം ശരിയാണോ നോക്കാം. ഈ 200ന്റെ 40% എത്രയാണ്? 200ന്റെ 40%, അല്ലെ? 200ന്റെ 40% എന്ന് പറയുന്നത് 20 ഇൻറ്റു 4, 8, അല്ലെ? അപ്പൊ നമുക്കറിയാം ഈ കിട്ടിയ ഉത്തരം ശരിയാണ്. 200ന്റെ 40% എന്ന് പറയുന്നത് 80 ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടും ഒരു പേഴ്സൻറ്റേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള മിക്കവാറും എല്ലാ ടൈപ്സും നമ്മളൊന്ന് ചെയ്ത് നോക്കി. എങ്ങനെയാണ് പേഴ്സൻറ്റേജ് കാണുക, പേഴ്സൻറ്റേജ് ഇൻ ഇൻക്രീസ് എങ്ങനെയാണ് കാണുക, പേഴ്സൻറ്റേജ് ഇൻ ഡിക്രീസ് എങ്ങനെയാണ് കാണുക, അതേപോലെ പേഴ്സൻറ്റേജ് അല്ലാതെ ഒരു വാല്യൂ ഇത്ര ശതമാനം കൂടി എന്ന് പറഞ്ഞാല് ആ ഒരു പേഴ്സൻറ്റേജ് കണ്ടിട്ട് അതിന്റെ ഒറിജിനൽ വാല്യൂവിനോട് കൂടി അത് കൂട്ടുക, അതാണ് ന്യൂ വാല്യൂ. അതേപോലെ ഡിക്രീസ് ആണെങ്കിൽ കുറയ്ക്കുക, അതായിരിക്കും ന്യൂ വാല്യൂ എന്ന് പറയുന്നത്. അതേപോലെ ഡെസിമൽ, ഫ്രാക്ഷൻ, പെർസെൻറ്റേജ്, ഇവിടെ എല്ലാം കൺവേർഷൻസും നമ്മൾ നോക്കി. അപ്പൊ ഇത്രയാണ് പെർസെൻറ്റേജ് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലാസ് കാണുക, അതിലെ പ്രാക്ടീസ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പൊ പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം.